അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24 ബുധനാഴ്ച. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരായ ഉത്തരേന്ത്യയിലെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ക്രിസ്ത്യൻ മതനേതാക്കളും പ്രതിപക്ഷവും. ആക്രമണത്തിന് പിന്നിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരാണെന്ന് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ പറഞ്ഞു. ഇന്ത്യ മതബഹുലതയുള്ള നാടാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരാൻ അനുവദിക്കരുത്. എല്ലാവർക്കും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധിതമാകരുത് എന്നേയുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം. സർക്കാർ ഉടൻ നടപടിയെടുക്കുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെ കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവയും രംഗത്തെത്തി. ഒരു വശത്ത് കേക്കുമായി വരുമ്പോൾ മറുവശത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അക്രമം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് അധികാരത്തിൽ ഇരിക്കുന്നവരാണെന്ന് കർദിനാൾ ക്ലിമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടെയുണ്ടായ അക്രമത്തിൽ കേന്ദ്രമന്ത്രി അമിത് ഷായെ ആശങ്ക അറിയിച്ച് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. ഇന്നലെ ദില്ലിയിൽ ക്രിസ്തുമസ് വിരുന്ന് നടത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും CBCI ആശങ്ക അറിയിച്ചിരുന്നു. എല്ലാ ക്രിസ്തുമസ് സീസണിലും ഇത് ആവർത്തിക്കുകയാണെന്നും ദേശവിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നും CBCI വക്താവ് റോബിൻസൺ റോഡ്രിഗസ് പ്രതികരിച്ചു. കേക്കുമായി വീടുകളിലെത്തുന്ന ചിലർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിന്റെ ജനാധിപത്യ വിരുദ്ധ ചെയ്തികളെ പ്രതിരോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ക്രൈസ്തവ ദേവാലയത്തിൽ പ്രധാനമന്ത്രി മോദി പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ലെന്നും അക്രമം നിർത്താൻ അനുയായികളോട് പറയണമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. കരോൾ സംഘത്തിനെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലയിൽ 2500 യൂണിറ്റിലും DYFI പ്രതിഷേധ കരോൾ നടത്തും. RSSന് തടയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും DYFI അറിയിച്ചു. കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം മതസൌഹാർദ്ദം തകർക്കാനുള്ള RSS-BJP നീക്കമെന്ന് കോൺഗ്രസും വിമർശിച്ചു. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ റിപ്പോർട്ട് തേടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ ചീഫ് സെക്രട്ടറി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കണം. പ്രാഥമിക വസ്തുതാന്വേഷണ റിപ്പോർട്ട് നാളെ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായെന്നാണ് സൂചന. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അട്ടപ്പാടി പാലൂരിൽ ആദിവാസി യുവാവിനെ പച്ചമരുന്നിന്റെ വേര് മോഷ്ടിച്ചെന്നാരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പാലൂർ സ്വദേശി മണികണ്ഠന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. തലയോടെ പൊട്ടിയതിനെ തുടർന്ന് മണികണ്ഠൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലാണ്. പോലീസ് നടപടിയെടുത്തില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആദിവാസികളിൽ നിന്ന് കാട്ടിലെ വേരുകൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന രാമരാജ് എന്നയാളാണ് മണികണ്ഠനെ മർദ്ദിച്ചതെന്നാണ് വിവരം. മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ 6 മാസത്തിലൊരിക്കൽ പ്രതിപക്ഷ പാർട്ടികളെ കൂടി പങ്കെടുപ്പിച്ച് വികസന സഭ സംഘടിപ്പിക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർദ്ദേശം നൽകി. പ്രതിപക്ഷം എന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്നും പ്രതിപക്ഷം പറയേണ്ട കാര്യങ്ങൾ പാർട്ടി ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു. തൊടുപുഴ നഗരസഭ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസിൽ കലഹം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തൊടുപുഴയിൽ പ്രതിഷേധ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സണെ തൊടുപുഴയ്ക്ക് വേണ്ടെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. ലിറ്റി ജോസിനെ നഗരസഭ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മേയർ സ്ഥാനത്തെ ചൊല്ലി ഉയർന്ന അഭിപ്രായ ഭിന്നതയിൽ പുകഞ്ഞ് എറണാകുളത്തെ കോൺഗ്രസ്. ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ച നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ. KPCC മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ നടത്തിയ പ്രഖ്യാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദീപ്തി മേരി വർഗീസ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ KPCC വിഷയത്തിൽ ഇടപെടില്ലെന്നാണ് സൂചന. കൊച്ചി മേയർ സ്ഥാനം കൈവിട്ടു പോയതിന് പിന്നാലെ കടുത്ത അതൃപ്തിയുമായി ദീപ്തി മേരി വർഗീസ്. ഇനി മേയർ സ്ഥാനത്തേക്കില്ല എന്നാണ് ദീപ്തിയുടെ നിലപാട്. കൊച്ചി മേയറാകാമെന്ന് കരുതിയല്ല താൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതെന്നും KPCC മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന പരാതി തനിക്കുണ്ടെന്നും കൂടുതൽ കൌൺസിലർമാരുടെ പിന്തുണ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും
എന്നാൽ രഹസ്യ ബാലറ്റ് വേണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടുവെന്നും രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ ചുമതലകളുമായി മുന്നോട്ടു പോകുമെന്നും ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാത്തതിൽ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിചിത്ര നടപടിയാണ് ഉണ്ടായതെന്നായിരുന്നു അജയ് തറയിലിന്റെ വിമർശനം. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ നടന്നത് ഗ്രൂപ്പുകളുടെ നഗ്നനൃത്തമാണ്. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും അജയ് തറയിൽ വിമർശിച്ചു. കൊച്ചി മേയറെ തീരുമാനിച്ച നടപടിയിൽ അതൃപ്തി പരസ്യമാക്കി KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ്. KPCC ജനറൽ സെക്രട്ടറിക്ക് ദേശാഭിമാന പത്രത്തിന്റെ വില പോലും കൊടുത്തില്ലെന്നും മേയർ തിരഞ്ഞെടുപ്പിൽ ചിലരുടെ വ്യക്തി താൽപര്യങ്ങൾ പ്രതിഫലിച്ചുവെന്നും മേയറെയും ഡെപ്യൂട്ടി മേയറെയും തീരുമാനിക്കാൻ നിയോഗിച്ച കോർ കമ്മിറ്റി അംഗമായ MR അഭിലാഷ് ആരോപിച്ചു. മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റും വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ തഴഞ്ഞ ദീപ്തി മേരി വർഗീസിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പരസ്യ പ്രതികരണവുമായി കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ. ദീപ്തി മേരി വർഗീസിന്റെ അധ്വാനം പാർട്ടി പരിഗണിക്കുമെന്നാണ് കരുതിയതെന്നും അതുണ്ടാകാത്തതുകൊണ്ടാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും കുഴൽനാടൻ പറഞ്ഞു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. തിരുവനന്തപുരത്തെ മേയറെ BJP ഇന്ന് തീരുമാനിക്കും. VV രാജേഷാണോ R ശ്രീലേഖയാണോ എന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. മറ്റൊരു സർപ്രൈസ് പേര് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. BJPയിൽ ചർച്ചകൾ തുടരുകയാണ്. മേയർ ആരാകുമെന്നതിൽ സസ്പെൻസ് തുടരട്ടെയെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. UDF വമ്പൻ നേട്ടം കൊയ്ത കോട്ടയത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സമവായത്തിലെത്താൻ കഴിയാതെ നേതൃത്വം. ജില്ലാ പഞ്ചായത്തിലും കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലും ഒന്നിലധികം പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആദ്യ ടേമിൽ കേരള കോൺഗ്രസിന് നൽകുന്ന പഞ്ചായത്തുകൾ സംബന്ധിച്ചും ധാരണയായിട്ടില്ല. ഈരാറ്റുപേട്ട നഗരസഭയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം. നഗരസഭ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം. നഗരസഭ അധ്യക്ഷ സ്ഥാനം പങ്കിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ വൈസ് ചെയർമാൻ സ്ഥാനം മാത്രം നൽകാമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. ചെയർപേഴ്സൺ സ്ഥാനം ഇല്ലെങ്കിൽ ഭരണത്തിന്റെ ഭാഗമാകാനില്ലെന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസ്. ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും രണ്ട് പാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. സമസ്തയിൽ രാഷ്ട്രീയക്കാർ ഇടപെടരുതെന്നും ആർക്കൊക്കെ പദവി നൽകണം, ആരെയൊക്കെ ചേർക്കണമെന്നൊന്നും രാഷ്ട്രീയക്കാർ സമസ്ത നേതൃത്വത്തോട് പറയരുതെന്നും അതൊക്കെ തീരുമാനിക്കാൻ യോഗ്യരായ നേതൃത്വം സമസ്തയ്ക്കുണ്ടെന്നും മുഷാവർ അംഗം ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി. സമസ്ത ജാഥയിൽ മലപ്പുറം തിരൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്തയെ ചുരുട്ടിമടക്കി തങ്ങളുടെ കീശയിൽ ഒതുക്കാമെന്ന് ഒരു നേതാവും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും കരുതേണ്ടതില്ലെന്ന് തിരൂർ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ കുറുക്കോളി മൊയ്തീനും പറഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവുമായി ഡോക്ടർ ശശി തരൂർ MP നടത്തിയ നിർണായക ചർച്ചകൾക്കൊടുവിൽ ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കുമരിച്ചന്തയിൽ നിർമ്മിക്കുന്ന വെഹിക്കുലർ അണ്ടർപാസിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. പദ്ധതിയുടെ തുടക്കത്തിൽ 20 മീറ്റർ വീതിയുള്ള ഒരൊറ്റ സ്പാൻ മാത്രമുള്ള അണ്ടർപാസ് ആയിരുന്നു വിഭാവനം ചെയ്തിരുന്നത്. തുടർന്ന് നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 30 മീറ്റർ വീതമുള്ള 3 സ്പാനുകൾ എന്ന പുതിയ നിർദ്ദേശത്തിന് NHAI അംഗീകാരം നൽകുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ SIT സംഘം ബെല്ലാരിയിൽ. ഗോവർദ്ധന്റെ റൊഡം ജ്വല്ലറിയിൽ സംഘം പരിശോധന നടത്തി. ഗോവർദ്ധനെ പ്രത്യേക സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് 2ാം തവണയാണ് SIT സംഘം ബെല്ലാരിയിൽ എത്തുന്നത്. നേരത്തെ പരിശോധനയിൽ സ്വർണം പിടിച്ചെടുത്തിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്തിൽ D മണിയെ പോലീസ് ചോദ്യം ചെയ്യും. SIT സംഘം ഇന്ന് രാവിലെ ചെന്നൈയിലെത്തിയിരുന്നു. D മണി എന്നത് യഥാർത്ഥ പേരല്ല എന്നാണ് പോലീസ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻകൂർ ജാമ്യം തേടി KP ശങ്കർദാസും N വിജയകുമാറും. ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. A പത്മകുമാർ പ്രസിഡന്റായിരുന്ന ബോർഡിൽ ഇരുവരും അംഗങ്ങളായിരുന്നു. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അറസ്റ്റിന് സാധ്യത തെളിഞ്ഞതോടെയാണ് ഇരുവരുടെയും മുൻകൂർ ജാമ്യ നീക്കം.
സസ്പെൻഷനിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ സംസ്ഥാന പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. കോഴിക്കോട് സ്വദേശിയായ ഉമേഷ് നിലവിൽ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിൽ ജോലി ചെയ്യുകയായിരുന്നു. സേനയിലെ അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടുന്നത്. പത്തനംതിട്ട എസ്പിയാണ് നടപടി സ്വീകരിച്ചത്. ടൂറിസം വകുപ്പ് കനകക്കുന്നിൽ വസന്തോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 6-ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ മുഖ്യാതിഥിയാകും. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഒഴിഞ്ഞ ബിയർ കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച ക്രിസ്തുമസ് ട്രീക്കെതിരെ പ്രതിഷേധവുമായി UDF. ഗുരുവായൂർ ഈസ്റ്റ് ഗേറ്റിന് സമീപമുള്ള AKG മെമ്മോറിയൽ ഗേറ്റിലാണ് മുനിസിപ്പാലിറ്റി ക്രിസ്തുമസ് ട്രീ സ്ഥാപിച്ചത്. ഒഴിഞ്ഞ മദ്യക്കുപ്പി കൊണ്ട് ക്രിസ്തുമസ് ട്രീ സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് കൌൺസിലർ രംഗത്തെത്തി. ക്രിസ്തുമസ് ആഘോഷത്തിനായി മദ്യക്കുപ്പികൾ ഉപയോഗിക്കുന്നത് അനുചിതമാണെന്നാരോപിച്ച് മറ്റു പാർട്ടി നേതാക്കളും പിന്നീട് പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നിർമ്മാണത്തിലിരുന്ന NH 66 റോഡിൽ കൂറ്റൻ വിള്ളൽ വീണതിന് പിന്നാലെ MC റോഡും തകർച്ചയിലേക്ക്. റോഡാകെ വിണ്ടുകീറാൻ തുടങ്ങി. റോഡിന് ബലക്ഷയം വ്യാപകമെന്നാണ് റിപ്പോർട്ട്. സർവേ നടത്തിയ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. അറ്റകുറ്റപ്പണികൾ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് KSTP എഞ്ചിനീയറിംഗ് വിഭാഗം സർക്കാരിന് കത്ത് നൽകി. ട്രെയിൻ യാത്രയ്ക്കിടയിൽ CPM നേതാവ് PK ശ്രീമതിയുടെ ബാഗ് കവർന്നു. ബാഗിലുണ്ടായ സ്വർണ്ണാഭരണങ്ങളും 40,000 രൂപയും മൊബൈൽ ഫോണും മറ്റ് രേഖകളുമാണ് നഷ്ടപ്പെട്ടത്. മഹിളാ അസോസിയേഷന്റെ ബീഹാർ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കൊൽക്കത്തയിൽ നിന്ന് സമസ്തപൂരിലേക്ക് ട്രെയിൻ യാത്ര നടത്തിയപ്പോഴാണ് കവർച്ച നടന്നത്. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ഇന്നലെ രാവിലെയാണ് PT കുഞ്ഞുമുഹമ്മദ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായത്. കുഞ്ഞുമുഹമ്മദിന് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ ജാമ്യത്തിലാണ് കുഞ്ഞുമുഹമ്മദിനെ വിട്ടയച്ചത്. വനിതാ ചലച്ചിത്ര പ്രവർത്തകയാണ് മുൻ MLA കൂടിയായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഊട്ടിയിൽ അതിശൈത്യം. തലേക്കുണ്ട പ്രദേശത്ത് താപനില -1 ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞു. ഊട്ടിയിലെ മറ്റ് ചില പ്രദേശങ്ങളിൽ -0.1 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. പ്രദേശത്ത് താമസിക്കുന്നവരുടെ ദൈനംദിന ജീവിതത്തെ കഠിനമായ തണുപ്പ് ബാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തു കൂടിയുള്ള യാത്രയും അങ്ങേയറ്റം ദുഷ്കരമായി മാറി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കാമരാജ് സാഗർ അണക്കെട്ടിന് സമീപമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് വനം വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 8:55-ന് ISROയുടെ LVM-3M6 വിക്ഷേപിച്ചു. LVM-3യുടെ 3ാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണ് ഇത്. അമേരിക്കൻ കമ്പനി AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് ഈ ദൌത്യത്തിലൂടെ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ന്യായീകരണവുമായി ഇന്ത്യൻ റെയിൽവേ. പുതിയ നിരക്ക് പ്രകാരം ഓർഡിനറി ക്ലാസിൽ 215 കിലോമീറ്ററിനപ്പുറമുള്ള യാത്രകളിൽ യാത്രക്കാർക്ക് കിലോമീറ്ററിന് 1 പൈസ അധികമായി നൽകണം. ഭൂരിഭാഗം ട്രെയിൻ യാത്രികരും ശരാശരി സഞ്ചരിക്കുന്നത് 154 കിലോമീറ്റർ ദൂരം മാത്രമാണെന്നും ടിക്കറ്റ് വർധന ഭൂരിഭാഗം പേരെയും ബാധിക്കില്ലെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഉന്നാവ് പീഡനക്കേസ് പ്രതിയായ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗറിന് വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം കഠിന തടവ് ദില്ലി ഹൈക്കോടതി മരവിപ്പിച്ചു. കർശന ഉപാധികളോടെയാണ് കുൽദീപ് സിംഗ് സെൻഗറിന് ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസുമാരായ സുബ്രഹ്മണ്യം പ്രസാദ്, ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ആരോഗ്യ കാരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സെൻഗർ സമർപ്പിച്ച ഹർജിയിലാണ് ജാമ്യം. ക്രിസ്ത്യൻ പള്ളിയിലെ പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുകയും ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ ലക്ഷ്യമിട്ട് അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാരോപിച്ച് സത്യനിഷ്ഠ ആര്യ എന്ന വ്യക്തിക്കെതിരെ കോറമംഗല പോലീസ് സ്റ്റേഷനിൽ പരാതി. പ്രതി മനഃപൂർവ്വം പള്ളിയിൽ പ്രവേശിച്ച് പരിപാടി തടസ്സപ്പെടുത്തുകയും പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. പാകിസ്ഥാൻ സൈനിക മേധാവി സയ്യിദ് അസിം മുനീറിന് സൌദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി.
രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദ് പുറപ്പെടുവിച്ച രാജകീയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മെഡൽ ഓഫ് എക്സലന്റ് അവാർഡ് നൽകിയത്. സൌദി അറേബ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയാണ് കിങ് അബ്ദുൽ അസീസ് മെഡൽ ഓഫ് എക്സലന്റ് ക്ലാസ്. മുനീറിന്റെ സൌദി സന്ദർശന വേളയിലാണ് പുരസ്കാരം നൽകിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന എപ്സ്റ്റീൻ ഫയലിലെ പരാമർശം തള്ളി നീതിന്യായ വകുപ്പ്. സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത ആരോപണമെന്ന രീതിയിലാണ് ട്രംപിനെതിരായ ബലാത്സംഗാരോപണം എപ്സ്റ്റീനിൽ ഉൾപ്പെട്ടത്. ഈ ആരോപണം ശരിയല്ലെന്നാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയത്. ട്രംപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാമർശം. ചൊവ്വാഴ്ചയാണ് എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ യുഎസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. ഇതിൽ ഫെഡറൽ അന്വേഷണ സംഘങ്ങൾക്ക് നൽകിയ മൊഴികളും ഉൾപ്പെട്ടിരുന്നു. ഇതിലാണ് ട്രംപിനെതിരായ ആരോപണം ഉൾപ്പെടുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരെ റെക്കോർഡ് സ്കോർ കുറിച്ച് ബീഹാർ. 50 ഓവറിൽ ബീഹാർ നേടിയത് 574 റൺസാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ് ഇത്. വൈഭവ് സൂര്യവംശി 84 പന്തിൽ 190 റൺസെടുത്തപ്പോൾ ആയുഷ് ആനന്ദ് ലോഹാരുക 56 പന്തിൽ 116 റൺസെടുത്തു. പിന്നാലെ വന്ന ക്യാപ്റ്റൻ സക്കിബുൾ ഗാനി 40 പന്തിൽ 128 റൺസെടുത്താണ് റെക്കോർഡ് സ്കോർ സൃഷ്ടിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.